ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഫാമിലി ടൈസ് ആൻഡ് ലോവ്സ്. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്കും ഈ വർഷം നല്ലൊരു തുടക്കമായിരുന്നു. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഞങ്ങളുടെ പളനി യാത്രയാണ് നമ്മൾ ഈ വ്ലോഗിൽ കാണിക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് ഫൈനലി നമ്മൾ പളനിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പളനിയിലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. നമ്മൾ ഇന്നോവയിലാണ് പോയത്. നമ്മളൊരു 7 പേരുണ്ടായിരുന്നു. നമ്മൾ 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ പോയത്. നമ്മൾ ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മളൊരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ICH തന്നെ കഴിക്കണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് തപ്പി ഫൈനലി നമ്മൾ കൊടകരയിലെത്തിയിട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മുടെ സൈഡിൽ തന്നെ, അതായത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളൊരു നല്ല പാർക്കിംഗ് സ്പേസസ് ഉള്ള ഒരു ICH എന്നാണ് കഴിച്ചത്. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ജേർണി ആയിരുന്നു. ന്യൂ ഇയർ ആയിട്ട്, അതും ഭക്തിമാർഗമായിരുന്നു. അപ്പോൾ നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും കൂടെ പോയപ്പോൾ നമുക്ക് നല്ലൊരു ഫീലായിരുന്നു. ഇപ്പോൾ കുറേ നാളായി നമ്മൾ എവിടെയും എല്ലാവരും കൂടെ ഒരു ലോങ് ഡ്രൈവിന് പോയിട്ട്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ പോയിട്ടുണ്ട് പഴനിയിൽ. ഞാനും ചുപ്പിയും ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു. ആൻഡ് അമ്മയും കുഞ്ഞും എല്ലാവരും അവർ ഇതിനു മുന്നേ പോയുള്ള കഥകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നല്ല ത്രിൽഡായിട്ടായിരുന്നു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് അപ്പു ആയിരുന്നു. അപ്പു ആക്ച്വലി അപ്പുവിനെ നമ്മൾ ചുപ്പിന്ന് വിളിക്കും. ചുപ്പിയും അപ്പു ഒക്കെ സെയിം ആണ്. സോ അപ്പോൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആള് സൈറ്റ് സീയിങ് ആയിരുന്നു. പിന്നെ കോൺഫീൽഡ്സും അതുപോലെ വിൻഡ് മിൽസും ഒക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ആളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഞങ്ങളും ഒരുപാട് ത്രിൽഡായിരുന്നു. സോ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട്, ഈവൻ നമ്മൾ പഴനിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം വൈബ് ചെയ്ത് ഒക്കെയാണ് പോയത് ഭഗവാനെ കാണാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ പഴനി എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ട്രെയിറ്റ് റൂമിലേക്കാണ് പോയത്. നമ്മൾ റൂം പ്രീ ബുക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ വെച്ച് ആ ഹോട്ടലിൻ്റെ തന്നെ ഒരു ഏജൻറ്റിനെ നമ്മൾ ബൈ ചാൻസ് അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ ആൾ ഡയറക്റ്റ് ചെയ്തനുസരിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു 10-12 മീറ്റേഴ്സൊക്കെ ഉണ്ടാവും ആ ഡിസ്റ്റൻസിലുള്ളൊരു സ്റ്റേ ആണ് നമ്മൾ എടുത്തത്. ആക്ച്വലി അത് വളരെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അത്രയ്ക്ക് നല്ലൊരു സ്റ്റേ ആയിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് എലൈറ്റ് റെസിഡൻസി എന്നായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ന്യൂ ബിൽഡിംഗ് ആണ്. പിന്നെ അവരുടെ സർവീസും നല്ലതായിരുന്നു. പിന്നെ റൂംസിൻ്റെ റേറ്റൊക്കെ ആണെങ്കിൽ തന്നെയും അഫോർഡബിൾ ആയിരുന്നു. 2 റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പിൾ റൂമും ഒരു ഡബിൾ റൂമും ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 പേര് ഒരു റൂമിലും, പിന്നെ അമ്മ അച്ഛനും ചേട്ടനും അപ്പവും ചേച്ചിയെല്ലാം അവർ വേറൊരു റൂമിലുമായിരുന്നു. ഓപ്പോസിറ്റ് ഉള്ള 2 റൂമുകളിലായിരുന്നു. 103ഉം 106ഉം ആയിരുന്നു നമ്മുടെ റൂംസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ചു. ദെൻ വീണ്ടും നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വെയിലൊക്കെ ആറിയിട്ട് മല കയറാനായിരുന്നു നമ്മുടെ പ്ലാൻ. നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ കുഞ്ഞു ഒന്ന് തലമുണ്ടനം ചെയ്യാനായിട്ട് പോയായിരുന്നു. പിന്നെ ഒരു 3:30 പോയിട്ട് ഒരു 4:15 ആയപ്പോഴത്തേക്ക് ആള് വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായി മലയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഉണ്ട്. നമ്മൾ അത് അമ്മേനൊക്കെ കണ്ടില്ലേ, അമ്മ ചുരിദാറൊക്കെ ഇട്ടാണ്. ഇപ്പോൾ കുറേ നാളായി അമ്മ ചുരിദാർ ഇട്ടിട്ട്. ഞാൻ അമ്മേനെ ആദ്യമായിട്ടാണ് ചുരിദാറിട്ട് കാണുന്നത് കേട്ടോ. അതാ നമ്മുടെ പഴനിമുട്ടയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ 2 സെറ്റായിട്ടാണ് ഇനി മല കയറാൻ പോകുന്നത്. ഒരു സെറ്റ്, അതായത് ഞാൻ, കുഞ്ഞു, ചേച്ചി, അമ്മ, 4ഉം 3ഉം ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മല കയറുന്നത്. മല കയറാനായിട്ട് ഞങ്ങൾ ആദ്യം ഫ്രീ ബസ്സസ് എടുത്തിട്ട്
മല കയറുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുക ചെയ്തത്. ഞങ്ങൾ 4 പേരും നടന്നായിരുന്നു മല കയറുന്നത്. ബാക്കി അവർ 3 പേര്, അച്ഛനും ചുപ്പിയും ചേട്ടനും വിൻഡ് ട്രെയിനിലായിരുന്നു പോകുന്നത്. അപ്പോൾ അവർ ഓൾറെഡി വിൻഡ് ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് പോയി. ഞങ്ങൾ മല കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഫ്രീ ബസ്സസ് എടുത്തിട്ട് ആണ് പോയത്. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺസും അതുപോലെ ചെരുപ്പും ഒക്കെ അതാത് കൗണ്ടേഴ്സിലൊക്കെ ഏൽപ്പിച്ചു. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം മുകളിൽ മൊബൈൽ ഫോൺസും ക്യാമറാസൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. സേഫ്റ്റി കൺസേൺസിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് പോയത്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കണ്ടാലേ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് മുകളിലെത്തി എന്നുള്ളത്. അങ്ങനെ 2 ടീമും 2 രീതിയിലാണ് മല കയറിയത്. നമുക്ക് 2 പേർക്കും നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റി, ഭഗവാനെ കാണാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുകളിലുള്ള ഒരു ഫുട്ടേജ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ബട്ട് ചേട്ടനും വിൻഡ് ട്രെയിനും പിന്നെ മുകളിലെത്തിയിട്ട് 2 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. മലയൊക്കെ ഇറങ്ങി നമ്മൾ നന്നായിട്ട് ടയേർഡായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയായിരുന്നു. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡിന്നറും കഴിക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ബാക്ക് ടു നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. പോകുന്ന വഴി സ്ട്രീറ്റ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു. നൈറ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിൽ വന്നു ഫ്രഷായി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. രാവിലെ തന്നെ ഒരാൾ ഫുൾ ഓൺ മോഡാണ്. റെഡിയായി വന്നിട്ട് ബെഡിൽ വന്ന് ബൗൺസ് ചെയ്യാണ്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം, അത്രേ ഉള്ളൂ. രാവിലെ തന്നെ റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടെല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് നട വരെ പോയി, ജസ്റ്റ് ഒന്ന് താഴെ വരെ പോയി തൊഴുതിട്ട് നേർച്ചയ്ക്കിട്ട് വരാം എന്ന പ്ലാനിൽ നമ്മൾ നടക്കുകയാണ്. ദെൻ തൊഴുതു, നന്നായി പ്രാർത്ഥിച്ചു. തൊഴുതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെയുള്ളൊരു നല്ലൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് സ്റ്റേയിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ഓൺ ദ വേ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അത്യാവശ്യം കുറച്ച് സ്നാക്സും പിന്നെ കുറച്ച് ലേഡീസ് ഐറ്റംസും ഫാൻസി ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് വണ്ടി എടുത്ത് നമ്മുടെ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ബൈ ബൈ പളനി. അങ്ങനെ പളനിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഓൺ ദ വേ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയായിരുന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കുറച്ച് പാട്ടൊക്കെ വെച്ചു. പിന്നെ കുറച്ച് നേരം ഇറങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പോകുന്നത്. പിന്നെ ഒരു പാലക്കാടൊക്കെ എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ നല്ല ഹോട്ടൽസൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം തൃശ്ശൂരായപ്പോഴാണ് നമുക്ക് ആര്യാസ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് ആര്യാസിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്.
ടയേർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ഉറങ്ങിയായിരുന്നു. നമ്മൾ ഉറങ്ങാൻ പറ്റിയ പാട്ടുകളായിരുന്നു നമ്മുടെ പ്ലേലിസ്റ്റ് മുഴുവൻ. അങ്ങനെ നമ്മൾ ഉറങ്ങി. ഫൈനലി നമ്മളൊരു 6:30 6:45 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തിയാണ്. അങ്ങനെ നമ്മുടെ പളനി ഡേയ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2 ദിവസങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ താങ്ക് യു പറയാണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ കമ്മിങ് വീഡിയോസിൽ ഞങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.